തിരൂരിലെ തീരദേശ മേഖലകളിൽ ഈ മാസം 19-ന് ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തും. സംയുക്ത ബസ് തൊഴിലാളി ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പണിമുടക്ക് നടത്തുന്നത്. ഉണ്ണിയാലിൽ കനോലി കനാലിന് കുറുകെയുള്ള പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. നിലവിൽ കിലോമീറ്ററുകൾ ചുറ്റി പറവണ്ണ പച്ചട്ടിരി വഴിയാണ് സർവീസുകൾ നടത്തുന്നത്. ഇത് സമയനഷ്ടത്തിനും ഇന്ധന നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെ സർക്കാർ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയുമെന്ന് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരൂർ GMUP സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ തിരൂർ DYSP ഓഫീസിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താൽക്കാലിക അഭയവും കൗൺസിലിങ്ങും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് പ്രശ്നപരിഹാരങ്ങളും സ്നേഹിത മുഖേന നൽകി വരുന്നുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ പദ്ധതി നിർവഹണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെ പിന്നിലാണ്. ബജറ്റ് വിഹിതമായ 844.22 കോടിയിൽ ഇതുവരെ ചെലവഴിക്കാനായത് 461.97 കോടി മാത്രമാണ്. സാധാരണഗതിയിൽ മാർച്ച് പകുതി ആവുമ്പോഴേക്കും 70% തുക ചെലവഴിക്കാറുണ്ട്. വിവിധ വികസന പദ്ധതികൾക്കുള്ള 385 കോടിയോളം രൂപ ചെലവഴിക്കാൻ ബാക്കി നിൽക്കുകയാണ്. ട്രഷറി നിയന്ത്രണവും സർക്കാർ ഫണ്ടുകൾ യഥാസമയം കൈമാറാത്തതും തിരിച്ചടിയായി. ഏപ്രിൽ 8 മുതൽ 12 വരെ തിരൂർ മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കേരള സ്റ്റേറ്റ് സീനിയർ വോളിബോൾ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. താനൂർ TB പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് താനൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ അവസാനിച്ചു. താനൂർ നഗരസഭയിലെ അങ്കണവാടികൾക്ക് മിക്സി നൽകി താനൂർ നഗരസഭ. നടപ്പുവർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 60 അങ്കണവാടികൾക്ക് നഗരസഭ മിക്സി നൽകിയത്. അങ്കണവാടികളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്മാർട്ട് അങ്കണവാടി പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ലഹരിക്കെതിരെ DYFI ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വെള്ളച്ചാലിൽ നടന്ന പരിപാടി താനൂർ DYSP ശ്രീ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് സെക്രട്ടറി വിശാഖ് അധ്യക്ഷനായി. സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങളടക്കം അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രകലാ അധ്യാപകൻ സുരേഷ് കാട്ടിലങ്ങാടി 26 വർഷത്തെ സേവനത്തിന് ശേഷം താനൂർ കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുകയാണ്. സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ ചിത്രരചന, സാഹിത്യരചനകൾ, കാരിക്കേച്ചർ എന്നിവ നിർവഹിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതരേഖയുടെ ചിത്രീകരണത്തിന് വേൾഡ് വൈഡ് പുരസ്കാരം, വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരവും ശ്രേഷ്ഠാചാര്യ സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ എന്നീ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്.